പറയുന്നത് കേട്ടുകൊണ്ട് ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ പിന്നെ നമ്മൾ പുരോഗമനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പുരോഗമനം ചില സോക്കോൾഡ് വിതിൻ കോട്ട്സ് ചില ഇടങ്ങളിൽ മാത്രം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി ഇതങ്ങ് വേണ്ട എന്ന് വെക്കുന്നതും ഒരു പക്ഷേ നമുക്ക് കണ്ടെന്ന് വരാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഇടകലർന്നേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. പ്രകൃതി തന്നെ ആണ് പെണ്ണ് എന്ന രണ്ട് ഈ ദ്വന്ദ്ങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണ്? അത് ഇടകലർന്ന് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അത് പഠിക്കുന്ന കാര്യത്തിലായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും ആണും പെണ്ണും ഉണ്ട്. ആ ബൈനറി അവിടെ നിൽക്കുന്നത്. മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. എല്ലാവരും ഇടകലർന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു വേർതിരിവ്, ആണ് വേറെ പെണ്ണ് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ട് എത്ര കാലം ഇവരിങ്ങനെ അകറ്റി നിർത്തും? മാത്രമല്ല ഈ സൂംബ ഡാൻസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യായാമ മുറയിൽ ഏർപ്പെട്ടതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരും അങ്ങ് പാഴായി പോകും. ആ ഒരു ചിന്താഗതിയൊക്കെ ഈ പുതിയ കാലത്ത് വേണോ എന്നൊരു ചിന്തയുണ്ട്. കാരണം പാഴായി പോകാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് അതിനായി മറ്റു വഴികൾ തേടാവുന്നതേ ഉള്ളൂ. ഈ സ്കൂൾ സമയം എന്ന് പറയുന്ന 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയമല്ല, അത് കഴിഞ്ഞ സമയമുണ്ട്. ഇന്ന് സ്മാർട്ട് ഫോൺ കാലമാണ്. കുട്ടികൾക്ക് എന്തെല്ലാം ആക്സസുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് കുട്ടിയുടെ മരണസമയത്ത് അവർ ചാറ്റ് ചെയ്തത്. നമ്മൾ കണ്ടതല്ലേ താമരശ്ശേരിയിലെ ഷഹബാസിന്റെ മരണവേളയിൽ കുട്ടികൾ തമ്മിൽ നടന്ന ചാറ്റ്. എത്ര വയസ്സുള്ള കുട്ടികളാണ്? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ. അവർ തമ്മിൽ സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ചാറ്റാണ്. അതൊന്നും ഈ ആളുകളൊന്നും അറിഞ്ഞില്ലേ? ഈ വിസ്റ്റം ഒന്നും അറിഞ്ഞില്ലേ? അതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ ടീച്ചർമാരുടെ, അതായത് അധ്യാപകരെ, പ്രത്യേകം അധ്യാപകരെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിശീലന പരിപാടിയിൽ ഇടകലർന്നങ്ങ് പിള്ളേർ വഴിതെറ്റി പോകുമെന്ന് പറയുന്നവർ ഇക്കാര്യങ്ങളൊക്കെ എന്താണ് ശ്രദ്ധിക്കാത്തത്? അതിലൊക്കെയല്ലേ ഒരു ശ്രദ്ധ വേണ്ടത്.